ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നല്ല ടേസ്റ്റി ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ചൂരയാണ്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നു. ഇത് ഓപ്ഷണൽ ആണ്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പാൻ ചൂടായതിനു ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആഡ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടിയിൽ എരിവില്ലാത്ത കാശ്മീരിയും സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. പിന്നീട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്യുക. സ്പൈസസ് കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം ചേർത്ത് മിക്സ് ആയതിനു ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക. കറിക്ക് ആവശ്യത്തിന് കുടംപുളി ചേർക്കുക. അതിനുശേഷം ഗ്രേവി തിളയ്ക്കുന്ന പരുവത്തിൽ ഈ മിശ്രിതം നമുക്ക് കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുക. മുൻപ് ഉലുവ ചേർത്തതുകൊണ്ട് അതിന് അനുയോജ്യമായിട്ട് മാത്രം പൊടി ചേർക്കുക. ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ചട്ടി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. കുക്കായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി ഫ്ലേവറിനായിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇതോടെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കല്ല്.